അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരുപാട് നാളുകളായിട്ട് ഞാൻ കാത്തിരിക്കുന്നൊരു യാത്രയായിരുന്നു ശരിക്ക് സലാല യാത്ര എന്ന് പറയുന്നത്. സലാലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ ഞാൻ കേട്ടു വരുന്നൊരു പേരാണ്. അതായത് എവിടെ പോയാലും സലാലയിൽ പോയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അവിടെ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ, നബിമാർ, ഇമ്രാൻ നബി, ഹൂദ് നബി, അയ്യൂബ് നബി, അങ്ങനെ ധാരാളം നബിമാരുണ്ട്. ഉവൈസുൽ ഖർണിയെ പോലെയുള്ള ധാരാളം മദ്ഹിനെ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ധാരാളം. അപ്പം ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു ശരിക്ക് സലാല എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്താ സംഭവിച്ചു വെച്ചാൽ, ഞാൻ എന്നെ പരിപാടിക്ക് ക്ഷണിച്ചത് ഒമാനിലെ മസ്കത്തിലുള്ള ടീമാണ്. അപ്പോൾ ഒരു എന്നോട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു ലഗേജ് ഉണ്ട്, അതായത് അവിടുത്തെ കുട്ടികൾക്കുള്ള ഒരു സമ്മാനം, ട്രോഫീസാണ് അതിൻ്റെ ഉള്ളിൽ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനത് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചു. എനിക്ക് പോകാൻ ലഗേജ് ഒന്നും കയ്യിലല്ലോ, ആകെ എൻ്റെ ഡ്രസ്സുകൾ മാത്രമാണല്ലോ എടുക്കുക. അപ്പോൾ ഒരു ലഗേജ് വാങ്ങി ഞാൻ കൊണ്ടുപോയി. ഏകദേശം ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുക. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ആളല്ലേ, നിങ്ങൾ അർജൻറ്റായിട്ട് ഒന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊടുക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ തിരിച്ചു വരിക എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊരു സ്റ്റാഫ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കയ്യിലുണ്ടായിരുന്ന ലഗേജിൽ ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരണം അവരെ കൂടെ. കുഴപ്പമില്ല, ഏതായാലും ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അവരെന്നെ വന്ന് കൂട്ടി. ഒരു സ്റ്റാഫ് വന്ന് എന്നെ കൂട്ടിയിട്ട് നേരെ ലഗേജ് ചെക്ക് ചെയ്തിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റുന്ന സ്ഥലമുണ്ട്. എൻ്റെ ലഗേജും വേറെ ഒരാളുടെ ലഗേജും അവിടെ പിടിച്ചു വെച്ചിട്ട് അവിടെ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇത് തുറക്കണം, ഇതിലെന്താ ഉള്ളത് ചെക്ക് ചെയ്യണം, എന്നിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഞാൻ വളരെ നേരത്തെ തന്നെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇറങ്ങിയത് കൊണ്ട്, ശരിക്കും നമ്മൾ പറയും ഇത്ര നേരത്തെ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ പലപ്പോഴായിട്ട് പറയാറുണ്ടല്ലോ. അതിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അതായത് ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത്രയും സമയം, അതായത് തീരെ സമയമില്ലാത്ത ഒരു നേരത്താണെങ്കിൽ ഫ്ലൈറ്റ് എന്തായാലും നമുക്ക് മിസ്സായേനെ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി മിസ്സായ രൂപത്തിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സമയം നമുക്ക് കിട്ടിയെന്ന് പറയാം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമുക്ക് ആ പെട്ടി ഒരു തന്ന ലഗേജ് പൊളിച്ചു നോക്കി. ആ പൊളിച്ചു നോക്കിയ സമയത്ത് എന്താണുള്ളതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല, നല്ല ഓക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടയക്കുകയും ചെയ്തു. എൻ്റെ ആദ്യത്തെ ബോർഡിംഗ് പാസ് ക്യാൻസൽ ചെയ്തത് ഒന്നുകൂടി പുതുതാക്കി റെഡിയാക്കി തരികയും ചെയ്തു. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ആരെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ, ലഗേജുകളോ കാര്യങ്ങളോ തന്നാൽ എന്താണെന്ന് കൃത്യമായി നോക്കിയിട്ട് മാത്രം നിങ്ങളത് സ്വീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാരണം കൊണ്ട് നിങ്ങളെ യാത്ര മുടങ്ങാൻ വളരെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ലഗേജ് സംബന്ധമായിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞവർ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദ്ഹ് പാടുന്ന, അതിനു വേണ്ടി ആത്മാർത്ഥമായി ക്ഷണിച്ച ഒരു ടീം ഒരിക്കലും നമ്മളെ വഞ്ചിക്കൂല എന്നുള്ളൊരു ധൈര്യമാണ് എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായത്. അപ്പം സുഖമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തോളൂ, എന്താണെന്ന് നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. നോക്കി സുഖമായിട്ട് എന്നെ വിട്ടുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, ഞാനിപ്പോൾ ഉള്ളത് സലാലയിലാണ്. നമ്മുടെ സാലം ഖാൻ്റെ ബാക്കിലൊരാളുണ്ട്, കാണൂല, നമ്മളെ സാലം ഖാൻ്റെ അനിയെ മിഖ്ദാദ്, അതുപോലെ നമ്മളെ കൈസ് തുടങ്ങിയ ആളുകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരിക്കലും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ബേജാറാകല്ലേ വേണ്ടത്. എന്താ പറയുന്നത് നോക്കുക, കൃത്യമായിട്ട് നമ്മളെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്ലൈറ്റ് നമ്മൾ കയറാൻ ഒരിക്കലും ഒരു വിടൂല. അപ്പം എന്തുണ്ടെങ്കിലും കുറച്ച് നേരത്തെ ഇറങ്ങുക എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും, ഇങ്ങനെ ഉണ്ടെങ്കിൽ ആരും ബേജാറാകണ്ട, നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റും. ഇവിടെ എത്തിയിട്ടുണ്ട്. പരിപാടി കാര്യങ്ങളൊക്കെ നല്ല റാഹത്തിലാവും. ഞങ്ങൾ ദ്വാരിക്കുക. സലാലയെക്കുറിച്ചിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ ഇടും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സലാലയുടെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കാണുക. അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വരാനുണ്ട്, എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എന്താ പറയുക,
ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം, ദ്വാർക്കണം, എല്ലാം റാഹത്താകാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.